മാർക്കറ്റിംഗ് മാനേജിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5th മൊഡ്യൂളിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രധാന ടോപ്പിക്സുകൾ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത് പറയുന്നത് ഡീലർ പ്രൊമോഷനാണ്. രണ്ടാമത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡീലർ പ്രൊമോഷൻ. മൂന്നാമത് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് ഡീലർ പ്രൊമോഷൻ. നെക്സ്റ്റ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ, then methods and techniques of സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ. അപ്പോൾ ഒന്ന് ഡീലർ പ്രൊമോഷനും ഒന്ന് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷനാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒബ്ജക്റ്റീവ്സും രണ്ടിൻ്റെയും മെത്തേഡ്സുകളാണ് ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് സെയിൽസ് പ്രൊമോഷൻ മിക്സ്, അതുപോലെ തന്നെ ഒരു സെയിൽസ് പ്രൊമോഷൻ മിക്സ് പ്രോഗ്രാം ക്യാമ്പയിൻ എങ്ങനെയാണ് ചെയ്യുക എന്നത്. അടുത്തത് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റാണ്. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ്. ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ. ഇനി ഓരോ ടോപ്പിക്കിലേക്കും വിശദമായി കടക്കാം. ആദ്യം പറയുന്നത് ഡീലർ പ്രൊമോഷനാണ്. ഡീലർ പ്രൊമോഷൻ, ഡീലർ ഓർ ഇൻ്റർമീഡിയറി ആക്ട് ആസ് എൻ എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കസ്റ്റമേഴ്സ്. Dealer promotion or trade promotion involves the application of push strategy. Dealers consist of ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലേഴ്സ്. അപ്പോൾ ഒരു ഡീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്റ്റിംഗ് ലിങ്കാണ് ആരുടെ ഇടയിലുള്ള, പ്രൊഡ്യൂസറുടെയും കസ്റ്റമറുടെ ഇടയിലുള്ള. ഡീലർ പ്രൊമോഷന് അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ട്രേഡ് പ്രൊമോഷന് ഇൻവോൾവ്സ് എന്ത് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുക? പുഷ് സ്ട്രാറ്റജി. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പുഷ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഡീലർമാർക്കുള്ള സ്ട്രാറ്റജിയാണ്. ഡീലർമാരെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. ഡീലർമാരിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഹോൾസെയിലറും റീറ്റെയിലറും ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡീലർ സെയിൽസ് പ്രൊമോഷൻ നടത്തുന്നത്? അതിൻ്റെ ഒബ്ജക്റ്റീവ്സുകളാണ്. ജസ്റ്റ് വായിക്കാം. ഞാൻ 2-3 പ്രാവശ്യം നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തിനാണ് ഒരു ഡീലറെ പ്രൊമോട്ട് ചെയ്യുന്നത്. അറിയാമല്ലോ. ഒന്നാമത്തത് ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് അല്ലേ, അതെന്തായാലും അവരെ ഏൽപ്പിക്കണം. രണ്ടാമത് പറയുന്നത് മെയിൻറ്റെയിൻ ദ സെയിൽസ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഡക്റ്റ്. ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ആരെ സഹായം വേണം? ഡീലറുടെ വേണം. പിന്നെ പറയുന്നത് എൻകറേജ് ലാർജ് സ്കെയിൽ പർച്ചേസ്. ഡീലറെ നന്നായിട്ട് എൻകറേജ് ചെയ്താലാണ് മാനുഫാക്ചറർ എടുത്തുനിന്ന് ഡീലർ കൂടുതൽ സാധനങ്ങൾ വാങ്ങുകയുള്ളൂ. ഓക്കെ. പിന്നെ പറയുന്നത് അസിസ്റ്റൻസ് ടു ഡീലറാണ്. ഡീലേഴ്സിന് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായ അസിസ്റ്റൻസ് കൊടുക്കണം. എന്നാലാണ് അവർക്ക് അതുപോലെ തന്നെ കസ്റ്റമറിനോട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിന് അത് മോശം ഫീഡ്ബാക്ക് ഉണ്ടാക്കും. പിന്നീട് ലാസ്റ്റ് പറയുന്നത് ഗെറ്റ് കോപ്പറേഷൻ ഫ്രം ദ ഡീലേഴ്സ് ആണ്. ഡീലേഴ്സിൽ നിന്ന് കോപ്പറേഷൻ കിട്ടുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെയിൽസ് പ്രൊമോഷൻ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ്. 2-3 പ്രാവശ്യം അത് വായിച്ച് നോക്കുക. ഇനി പറയുന്നത് എന്തെല്ലാം മെത്തേഡ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഡിസ്കൗണ്ട് ആണ്. രണ്ടാമത് പറയുന്നത് അലവൻസ് ആണ്. മൂന്നാമത് പറയുന്നത് ഫ്രീ ഗുഡ്സ് ആണ്. നാലാമത് ഡീലേഴ്സ് കോൺടെസ്റ്റ് ആണ്. അഞ്ചാമത് പറയുന്നത് ഡീലേഴ്സ് കോൺഫറൻസ് ആണ്. പിന്നെ പറയുന്നത് കോപ്പറേറ്റീവ് അഡ്വർടൈസിങ് ആണ്. പുഷ് മണിയാണ്. അതുപോലെ തന്നെ ട്രേഡ് ഷോ ആൻഡ് എക്സിബിഷൻസ്. ലാസ്റ്റ് വണ് സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാം. ഇത്രയും കാര്യങ്ങളാണ് അവരെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം ഡിസ്കൗണ്ട് നോക്കാം. ഡിസ്കൗണ്ട് ഈസ് എ റിഡക്ഷൻ ഇൻ ദ കാറ്റലോഗ് പ്രൈസ് അലൗഡഡ് ബൈ ദ പ്രൊഡ്യൂസർ ടു ഡീലർ. ഡീലർക്ക് കൊടുക്കുന്ന സാധനത്തിൻ്റെ കാറ്റലോഗ് പ്രൈസ് കുറച്ച് കൊടുക്കുക. 5000ൻ്റെ ബില്ലിൽ നിന്നും ആ ബില്ലിൽ നിന്നും കുറച്ച് കൊടുക്കുന്നതാണ് എന്ത്? ഡിസ്കൗണ്ട്. അലവൻസസ് എന്ന് പറഞ്ഞാൽ അലവൻസസ് ആർ എമൗണ്ട് ഓഫ് ദ മണി ഗിവൺ ടു ദ ഡീലർ ടു മോട്ടിവേറ്റ് ദം. അതായത് ഡീലറെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന പൈസയാണ് എന്ത്? അലവൻസ് എന്ന് പറയുന്നത്. ഓർ അല്ലെങ്കിൽ ടു കോമ്പൻസേറ്റ് ദെയർ എക്സ്പെൻസ്. അവിടെ എക്സ്പെൻസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കൊടുക്കുന്നതുമാണ് അലവൻസ്. പലതരത്തിലുള്ള അലവൻസ് ഉണ്ട്. ബയ്യിങ് അലവൻസ്, അഡ്വർടൈസിങ് അലവൻസ്, ഡിസ്പ്ലേ അലവൻസ്. ബയ്യിങ് അലവൻസ് എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ പ്രൊഡ്യൂസർ എടുത്ത് നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന അലവൻസ്. അഡ്വർടൈസിങ് അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില സഹായങ്ങൾ കമ്പനി വാഗ്ദാനം നൽകും. ഡിസ്പ്ലേ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രൊഡക്റ്റുകളും നമ്മളെ ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്യാനും അവർ സൗകര്യമൊരുക്കുന്നു. അടുത്തത് ഫ്രീ ഗുഡ്സ് ആണ്. അത് പേര് തന്നെ ഉണ്ട്. നമ്മൾ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കൂടുതൽ യൂണിറ്റ്സ് തരും അല്ലേ. അഡീഷണൽ യൂണിറ്റ്സ് ഗുഡ്സ് ആർ ഗിവൺ ടു ദ ഡീലർ ഫ്രീ ഓഫ് കോസ്റ്റ്. വെറുതെ നമ്മൾ 100 എടുത്ത് കഴിഞ്ഞപ്പം 10 ഏറെ തരും. അത്തരത്തിലുള്ളതാണ് ഫ്രീ ഗുഡ്സ്. ഇനി ഡീലേഴ്സ് കോൺടെസ്റ്റ് ആണ്. നമ്മൾക്കറിയാം ഒരു ഡിസ്ട്രിക്ട്സിലോ ഒരു സ്റ്റേറ്റ്സിലോ ഒരുപാട് ഡീലേഴ്സ് ഉണ്ടായിരിക്കും. അവരാരാണ് ഏറ്റവും നല്ല സെയിൽസ് നടത്തുന്നത് അല്ലെങ്കിൽ
ആരാണ് ഏറ്റവും നല്ല സ്റ്റോർ ഡിസ്പ്ലേ ചെയ്യുന്നത്, വിൻഡോ ഡിസ്പ്ലേ ചെയ്യുന്നു, അങ്ങനത്തെയുള്ള കോമ്പറ്റീഷൻ നടത്തിയിട്ട് ഏറ്റവും ടോപ്പസ്റ്റിനെ ഹോണർ ചെയ്യുന്ന പരിപാടിയാണ് ഡീലർ കോൺടെസ്റ്റ്. അടുത്തതാണ് ഡീലേഴ്സ് കോൺഫറൻസ്. ഇതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട്സിലുള്ള എല്ലാ ഡീലേഴ്സിനെയും വിളിച്ചിട്ട് ചില വലിയ സിറ്റി ഹോട്ടൽസിലോ മറ്റിടത്ത് വലിയ മീറ്റിംഗ് നടത്തിയിട്ട് അതിലെല്ലാ ഡീലേഴ്സിനും സമ്മാനങ്ങളും അതുപോലെ തന്നെ മറ്റ് ഗിഫ്റ്റും എല്ലാം കൊടുക്കുന്നതാണ് അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ട്. അതാണ് ഡീലർ കോൺഫറൻസ്. ഇനി കോപ്പറേറ്റീവ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡീലറും അതുപോലെ തന്നെ മാനുഫാക്ചർ കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു പരസ്യമാണ് എന്ത്, ഡീലർ അഡ്വർടൈസിങ്. ഇനി പുഷ് മണി നോക്കുക. പുഷ് മണി ഈസ് റെഫേഴ്സ് ടു ദ ക്യാഷ് or gift articles given by the producer to dealer for pushing the sales. സെയിൽസിൻ്റെ വർധനവിന് വേണ്ടിയിട്ട് അവർക്ക് പണമായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗിഫ്റ്റായി കൊടുക്കുന്നതാണെന്ത് പുഷ് മണി എന്ന് പറയുന്നത്. അത് ട്രേഡ് ഷോ ആൻഡ് എക്സിബിഷൻസ് ആണ്. കമ്പനികൾ നേരിട്ട് ഡീലറിൻ്റെ സഹായത്തോടെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, വലിയ ട്രേഡ് ഷോസ് ആൻഡ് എക്സിബിഷൻ നടക്കും. അപ്പോൾ അവിടെ കസ്റ്റമർ വരും. അപ്പോൾ കമ്പനിയുടെ പ്രതിനിധികളും അവിടെ ഉണ്ടായിരിക്കും, ഡീലർമാരുണ്ടാവും. അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ഡീലർക്ക് കൃത്യമായ വിവരം ലഭിക്കും എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതൊരു പ്രൊമോഷൻ ആക്ടിവിറ്റിയാണ്. അടുത്തത് സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഓരോ പ്രൊഡക്റ്റുകളും എങ്ങനെ വിൽക്കണം എന്നത് ഡീലർക്ക് ശരിക്ക് കമ്പനി എന്ത് ചെയ്യും, ട്രെയിനിങ് കൊടുക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു ഡീലറെ പ്രൊമോട്ട് ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കുക. ഡിസ്കൗണ്ട്, അലവൻസ്, ഫ്രീ ഗുഡ്സ്, ഡീലർ കോൺടെസ്റ്റ്, ഡീലേഴ്സ് കോൺഫറൻസ്, കോപ്പറേറ്റീവ് അഡ്വർടൈസിങ്, പുഷ് മണി, ട്രേഡ് ഷോസ് ആൻഡ് എക്സിബിഷൻ ആൻഡ് സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാം. ഇത്രയാണ് ഡീലറിനെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സുകൾ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 പ്രാവശ്യം ഇത് വായിച്ച് നോക്കുക. ഇനി അടുത്തത് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷനാണ്. ആരാണ് സെയിൽസ് ഫോഴ്സ്? സെയിൽസ് ഫോഴ്സ് എന്താണെന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ഷോറൂമിൽ സാധനം സെയിൽസ് ചെയ്യുന്ന ആളാണിത് സെയിൽസ് പ്രൊമോഷൻ. അപ്പോൾ അവർ കൂടുതൽ സെയിൽസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണിത് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ എയിംഡ് അറ്റ് ഇൻഡ്യൂസിങ് ദ സെയിൽസ് പേഴ്സൺ ടു അച്ചീവ് ദ ഹയർ വോളിയം ഓഫ് സെയിൽസ്. അല്ലേ, ഇത് പ്രധാനമായിട്ട് സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ സെയിൽസ്മാരെ ഈ പ്രൊമോഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ നോക്കാം. ഒന്നാമത് ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ്, അച്ചീവ് ഹയർ സെയിൽസ്, അട്രാക്ട് സ്കിൽഡ് പേഴ്സണൽ ആൻഡ് മോട്ടിവേറ്റ് ദ സെയിൽസ് ഫോഴ്സ്. ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഉൽപ്പന്നം സെയിൽസ്മാനിലൂടെ മാത്രമേ നമുക്ക് കസ്റ്റമറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അവർ നന്നായിട്ട് സെയിൽസ് വർദ്ധിപ്പിക്കും. അടുത്തത് അട്രാക്ട് സ്കിൽഡ് പേഴ്സൺസ്. ഇന്നത്തെ മേഖലയിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന മാർക്കറ്റിംഗ് ആളുകളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേഴ്സണൽ തൊഴിലാളികൾ ഈ മേഖലയ്ക്ക് അട്രാക്റ്റീവ് ആകും. കാരണം ഇവരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട്. അടുത്ത മോട്ടിവേറ്റ് സെയിൽസ് ഫോഴ്സ്. അങ്ങനെ ആകുമ്പോൾ ഇത് മറ്റൊരു ഒബ്ജക്റ്റീവ്സാണ്. അവർക്ക് നല്ല സ്റ്റൈപ്പൻഡ് അതുപോലെ തന്നെ അലവൻസ്, ബോണസൊക്കെ കിട്ടുമ്പോൾ അവർ വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ട് കൂടുതൽ സെയിൽസ് നടത്തും. അപ്പോൾ ഇത് 4 എണ്ണം ഒന്ന് വായിച്ച് നോക്കുക. ഇനി ഇവർക്ക് ഉപയോഗിക്കുന്ന മെത്തേഡ്സുകളാണ്. അവരെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒന്ന് ബോണസ് ആണ്. രണ്ടാമത് പറയുന്നത് കോൺടെസ്റ്റ് ആണ്. മൂന്നാമത് പറയുന്നത് മീറ്റിംഗ് ആൻഡ് കോൺഫറൻസ് ആൻഡ് സെയിൽസ് ലിറ്ററേച്ചർ. ഇതിൽ ബോണസ് നിങ്ങൾക്കറിയാം, അവർ നടത്തുന്ന സെയിൽസിന് വോളിയത്തിനനുസരിച്ച് അവർക്ക് ബോണസ് കൊടുക്കും. അടുത്തത് സെയിൽസ് ഫോഴ്സ് കോൺടെസ്റ്റ്. ഒരു സ്ഥാപനത്തിൽ കൂടുതൽ സെയിൽസ്മാൻമാരുണ്ടെങ്കിൽ അവരിൽ ആരാണ് ഹൂ ഈസ് ദ ബെറ്റർ എന്ന രീതിയിൽ അവർക്ക് ടാർഗറ്റ് കൊടുക്കുന്നു. ആ ടാർഗറ്റ് അനുസരിച്ചിട്ട് ആരാണ് നന്നായിട്ട് ചെയ്യുന്നത് അവർക്ക് പ്രത്യേക ഗിഫ്റ്റും കൊടുക്കുന്നു. ഉദാഹരണത്തിന് AM മോട്ടോഴ്സ്, പോപ്പുലർ മോട്ടോഴ്സിലൊക്കെ ധാരാളം സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ കാർ വിൽക്കുന്നത് അവർക്ക് സമ്മാനം കൊടുക്കുന്നു. അതാണ് സെയിൽസ് ഫോഴ്സ് കോൺടെസ്റ്റ്. അടുത്തത് സെയിൽസ് മീറ്റിംഗ് ആൻഡ് കോൺഫറൻസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ എക്സിക്യൂട്ടീവ്സിനെയും മീറ്റിംഗ് വിളിച്ചിട്ട് അവർക്ക് പല ഗിഫ്റ്റുകളൊക്കെ നൽകി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ പറയുന്നതാണ് സെയിൽസ് ലിറ്ററേച്ചർ. അതായത് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ എങ്ങനെ ഒരു കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യണം, എങ്ങനെ കസ്റ്റമറിനെ ഡീൽ ചെയ്യണം എന്നീ കാര്യങ്ങളാണെങ്കിൽ പലതരത്തിലുള്ള ലിറ്ററേച്ചറും ബുക്കുകളും മറ്റുമൊക്കെ അവർക്ക് കൊടുക്കും. ട്രെയിനിങ് അടക്കം കൊടുക്കും. അതാണ് സെയിൽസ് ലിറ്ററേച്ചർ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വായിക്കുക. 2 പ്രാവശ്യം ഒന്ന് വായിക്കുക. അതുപോലെ തന്നെ വീഡിയോ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ക്ലിയർ? അടുത്തതാണ് സെയിൽസ് പ്രൊമോഷൻ മിക്സ്. എന്താണ് സെയിൽസ് പ്രൊമോഷൻ മിക്സ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിൽസ് പ്രൊമോഷൻ നമ്മൾ പ്രധാനമായിട്ടും 3 ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്. ആർക്കൊക്കെയാണ്? ഒന്ന് കൺസ്യൂമറിന്, ഒന്ന് ഡീലർക്ക്, ഒന്ന് സെയിൽസ് ഫോഴ്സിന്. ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം, ഇതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാകണം എന്നതാണ് എന്ത്
സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് നല്ലൊരു സെയിൽസ് പ്രൊമോഷൻ മിക്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും? ഡെവലപ്പിംഗ് ദ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് കാണപ്പെട്ടിട്ടുള്ള സ്റ്റെപ്സുകളാണത്. ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ആദ്യമായിട്ട് ഡിസൈഡിങ് ദ ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത് ഡിസൈഡിങ് ദ ടാർഗറ്റ് മാർക്കറ്റ്, മൂന്നാമത് പ്രിപ്പയറിംഗ് ദ സെയിൽസ് പ്രോഗ്രാം ബഡ്ജറ്റ്, നെക്സ്റ്റ് ഡിസൈഡിങ് ദ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി. പിന്നെ പറയുന്നതാണ് ഈ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ വരുന്നതാണ് എന്തൊക്കെ? നമ്മൾ കൺസ്യൂമർ പ്രൊമോഷൻ ടൂൾ ഉപയോഗിക്കുക, ട്രേഡ് പ്രൊമോഷൻ ടൂൾ ഉപയോഗിക്കുക, സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ടൂൾ ഉപയോഗിക്കുക. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. പിന്നെ പറയുന്നത് ഡെവലപ്പിംഗ് ദ പ്രോഗ്രാം, പ്രീ ടെസ്റ്റിംഗ് ദ പ്രോഗ്രാമിംഗ്, ഇംപ്ലിമെൻറ്റിംഗ് ദ പ്രോഗ്രാം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ പ്രോഗ്രാം. അല്ലെ ഡിസൈഡിങ് ഒബ്ജക്റ്റീവ്സ് എന്ന ഒരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിലൂടെ എത്ര സെയിൽസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സെറ്റ് ചെയ്യുക മാത്രമാണ് ഡിസൈഡിങ് ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത് നമ്മൾ ഡിസൈഡിങ് ദ ടാർഗറ്റ് മാർക്കറ്റ്, ആരൊക്കെയാണ് നമ്മളെ ഈ സെയിൽസ് പ്രൊമോഷനിലൂടെ അട്രാക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ്, അവരുടെ മാർക്കറ്റ്, അതാണ് രണ്ടാമത് സെറ്റ് ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നത് പ്രിപ്പയറിംഗ് ദ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ്, ഇത്തരത്തിലൊരു സെയിൽസ് പ്രൊമോഷന് എത്ര ക്യാഷ് ആവും, എത്ര എക്സ്പെൻഡിച്ചർ ആവും എന്ന് തിട്ടപ്പെടുത്തുന്നതാണ് മൂന്നാമത്തത്. നാലാമത് പറയുന്നത് ഏത് തരത്തിലുള്ള സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കണം. നമ്മൾ പുള്ള് പുഷ് കോമ്പിനേഷൻ പഠിച്ചു. അതുതന്നെയാണ് നമ്മുടെ ഈ പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ കസ്റ്റമറിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്, ഡീലർക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്, സെയിൽസ് ഫോഴ്സിനാണ്. അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്നതിൻ്റെ പ്രൊപ്പോർഷൻ എത്ര? ടോട്ടൽ 100% എടുത്തിട്ട് 50% കസ്റ്റമറിന്, 25% ഡീലർക്ക്, 25% സെയിൽസ് ഫോഴ്സിന്. ഇങ്ങനെ അത് സെറ്റ് ചെയ്യുന്നതാണ് സെലക്ടിങ് ദ സെയിൽസ് പ്രൊമോഷൻ ടൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ദ പ്രോഗ്രാമാണ്. ഡെവലപ്പിംഗ് പ്രോഗ്രാം പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും അല്ലേ? അവർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതാണ് ഡെവലപ്പിംഗ് പ്രോഗ്രാം. അങ്ങനെ ആ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കസ്റ്റമറിന് ബെനിഫിറ്റ് ആയി കൊടുക്കാം, സെയിൽസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഡീലർക്ക്, അങ്ങനെ ഓരോ പെർസെൻറ്റേജിലും ചിലപ്പോൾ ചില ആളുകൾ സെറ്റ് ചെയ്യും. പിന്നെ പറഞ്ഞിട്ട് പ്രീ ടെസ്റ്റിംഗ് ദ പ്രോഗ്രാം, ഇത് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നതിന് മുന്നേ ചെറിയൊരു പൈലറ്റ് സ്റ്റഡി നടത്തും. അപ്പോൾ അത് സക്സസ് ആയി കഴിഞ്ഞാൽ ഉടനടി ഇംപ്ലിമെൻറ്റിംഗ് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാം നമ്മളിപ്പോൾ പ്രീ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടീ-ഷർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ 1 ഫ്രീ, അങ്ങനെ നമ്മൾ ടെസ്റ്റ് എടുത്തിട്ട് ആളുകൾ ഇങ്ങനെ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. അത് വർക്കൗട്ട് ആകുന്നുണ്ട് കാണുമ്പോൾ നമ്മളത് പ്യുവർലി എന്ത് ചെയ്യും, വലിയ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യും. അതാണ് ഇംപ്ലിമെൻറ്റിംഗ് ദ പ്രോഗ്രാം. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് അവസാനം ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ കൊടുക്കും അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞു ഇതൊരു ടെമ്പററി ആണ്. സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ഏത് തരത്തിലുള്ള പ്രൊമോഷനും ടെമ്പററിയാണ്. അപ്പോൾ നമ്മൾ ആ പീരീഡും കൊടുക്കും. പിന്നെ എന്ത് ചെയ്യുക, പീരീഡ് കഴിഞ്ഞാൽ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയാണ് പറയുന്നത്. അത് വീഡിയോയ്ക്ക് അത് അപ്ലോഡിങ്ങിനും അതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ 2-3 പ്രാവശ്യം കേട്ടാൽ മതി. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ ചോദിക്കാം. ഇനി പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റാണ്. സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾക്ക് സെയിൽസ് പ്രൊമോഷൻ ആവശ്യമായ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കാം, സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് ഈസ് റെഫേഴ്സ് ടു ദ എമൗണ്ട് യൂസ്ഡ് ഫോർ അണ്ടർടേക്കിംഗ് ദ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. അല്ലേ, അത്ര മാത്രം പഠിച്ചാലും മതി. സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്, സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി. ഇതിൻ്റെ ഒരു കണക്ക് ഇത്ര ആകുമെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്, സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ്. ഇനി ഏതൊക്കെ മെത്തേഡുകളുണ്ട് നമ്മൾക്ക് ഉപയോഗിക്കാനെന്നാണ്. ഇത്രയും മെത്തേഡുകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത് പെർസെൻറ്റേജ് ഓഫ് സെയിൽ മെത്തേഡ്, യൂണിറ്റ് ഓഫ് സെയിൽ മെത്തേഡ്, അഫോർഡബിൾ മെത്തേഡ്, ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡ് ആൻഡ് കോമ്പറ്റേറ്റീവ് പാരിറ്റി മെത്തേഡ്. പെർസെൻറ്റേജ് മെത്തേഡ് വളരെ സിമ്പിളാണ്. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ പാസ്റ്റിൽ എത്ര സെയിൽസ് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫ്യൂച്ചറിലുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത്, പെർസെൻറ്റേജ് ഓഫ് സെയിൽ മെത്തേഡ്. യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ മെത്തേഡിൽ എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ഐറ്റം വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന യൂണിറ്റ് കോസ്റ്റിൻ്റെ ബേസിലാണ് ഇവിടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് അഫോർഡബിൾ മെത്തേഡാണ്. അഫോർഡബിൾ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ മേലെ പറഞ്ഞ 2 മെത്തേഡ് ഉപയോഗിക്കാതെ നമ്മുടെ കയ്യിൽ സെയിൽസ് പ്രൊമോഷൻ ഇപ്രാവശ്യം എത്ര പൈസയുണ്ട് ആ പൈസയ്ക്കനുസരിച്ച് നമ്മൾ ചെയ്യുക. നോക്കൂ, ആസ് പെർ ദിസ് മെത്തേഡ് കമ്പനീസ് സെറ്റ് ദ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് അറ്റ് എനി എമൗണ്ട് വിച്ച് ദേ ക്യാൻ അഫോർഡ്. അവർക്ക് എത്ര താങ്ങാൻ പറ്റുന്നത് അത് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡാണ്. നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ, നമ്മൾ ആദ്യത്തെ അത് പഠിച്ചു. ആ ഒബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതാണ് എന്ത്,
ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡ്. ഇവിടെ നോക്കുക, സെൽഫ് പ്രൊമോഷൻ ബഡ്ജറ്റ് ഈസ് ഫിക്സഡ് ആസ് ദ ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് ഫോർ പെർഫോമിങ് ദ ടാസ്ക്. നമ്മൾ സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുന്ന ടാസ്ക് പെർഫോം ചെയ്യ എത്ര ക്യാഷ് വരും നമ്മളത്, അപ്പോൾ അത് മാറ്റി വയ്ക്കുക. അടുത്തത് കോമ്പറ്റേറ്റീവ് പാരിറ്റി മെത്തേഡാണ്. കോമ്പറ്റേറ്റീവ് പാരിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേപോലത്തെ ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, നമ്മൾ കോമ്പറ്റേറ്റർ, അവർ എത്രയാണ് സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് നീക്കി വയ്ക്കുന്നത് അതേ തുക തന്നെ നമ്മളും നീക്കി വയ്ക്കുക. അതാണെന്ത് കോമ്പറ്റേറ്റീവ് പാരിറ്റി മെത്തേഡ്. അപ്പോൾ ഞാനത് കുറച്ച് സ്പീഡിലാണെന്ന് ഡാറ്റ പ്രസൻറ്റ് ചെയ്തത്, കാരണം യൂട്യൂബ് അപ്ലോഡ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് 2-3 പ്രാവശ്യം നിങ്ങളത് കാണുക, നോട്ട് നല്ല വൃത്തിയായിട്ട് എഴുതിയെടുക്കുകയും ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആകും. എന്നിട്ടും ക്ലിയർ ആകുന്നില്ലെങ്കിൽ എന്നെ എന്ത് ചെയ്യുക, വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.